പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഈശോയിലും പരിശുദ്ധാമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യത സുന്ദരമായ ഞായറാഴ്ചയിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഇന്ന് ലോകം മുഴുവനും സകല മരിച്ച വിശ്വാസികളുടെ തിരുനാൾ ആഘോഷിക്കാം. സ്വർഗത്തിന്റെ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സ്വർഗത്തിൽ ദൈവമുണ്ട്, നമുക്ക് മുമ്പേ മരിച്ചുപോയവരുണ്ട്. ഇനി നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ സ്വർഗത്തിൽ ദൈവത്തിന്റെയും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മുമ്പിൽ എത്തിച്ചേരും. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വർഗസ്ഥ എത്തിക്കുവാനും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കടമയാണ് നമുക്ക്. ഈ ഭൂമിയിൽ ഏറ്റവും നല്ലവരായി ജീവിച്ചവരാണ് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. ഈശോ പറയുന്നത്, ഇപ്പോൾ സാന്ദർശികർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം ലഭിക്കണം. അവർക്ക് അറിയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർ സന്തോഷിക്കും. ഇപ്പോൾ വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആഹാരം ലഭ്യമാകും. ഇങ്ങനെ ഈശോ വലിയ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. അവർ സ്വർഗമായിരിക്കട്ടെ നമ്മുടെ എല്ലാവരും ലക്ഷ്യം. ഈ ഭൂമിയിലെ എല്ലാ ജോലികളും എല്ലാ അധ്വാനങ്ങളും സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. ഈ ഭൂമിയെ അധ്വാനിച്ച് ഇവിടെ തിരിച്ചവിടെ ചെല്ലുമ്പോൾ സ്വർഗം ലഭിക്കുന്നില്ലായെങ്കിൽ അത് വലിയ സങ്കടമാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരും നമുക്കറിയാവുന്ന എല്ലാവരും സ്വർഗത്തിലിരിക്കുമ്പോൾ നമ്മൾ മാത്രം തള്ളപ്പെടരുത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ എല്ലാം ആരംഭിക്കുമ്പോൾ സ്വർഗസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ മാലാഖമാരുമത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപയ്ക്കായി ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും, നമ്മുടെ ഓരോ ലോകത്തിലെ ഓരോ മക്കളെയും കൊറോണ രോഗികളെയും സൗഖ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ കാര്യങ്ങൾക്കൊപ്പം തെറ്റുകളും പാപങ്ങളും ഒക്കെ മനസ്സറിയിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആർദ്ര അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് സൗഖ്യമായി പ്രാർത്ഥിക്കുന്ന നിത്യ ജോയി, സേവ പ്രാർത്ഥിക്കപ്പള്ളി, പ്രത്യേകിച്ച് എന്നെ ഔസേപ്പ്, മൈക്കിൾ വലിയ പറമ്പിൽ, ടൈറ്റസ് കൂടാരപ്പള്ളി, സേവ ക്രേസ്, ഇവരെല്ലാം ഉണ്ട്. അവിടെ എല്ലാ കുടുംബാംഗങ്ങളെയും കരങ്ങളും കൂപ്പിക്കൊണ്ട് തെറ്റുകളും പാവങ്ങളെല്ലാം കർത്താവിന്റെ പുസ്തകത്തിലേക്ക് നോക്കി വശത്തിൽ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിശാലതരമാകാനും പ്രവൃത്തിയാൽ അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ വില, എന്റെ വില, എന്റെ വലിയ വില ആകെയോ എതിനെയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരെയും വിശ്വസിച്ചുകൊണ്ടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവങ്ങളിൽ
നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ. ഒന്നാം വായന വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ യോഹന്നാൻ കണ്ടതായത് വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടങ്ങളിൽ മുദ്രകുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആകെ 144,000. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ളയും കേളിലും കൈകളിൽ കൊടുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിന് ശ്രേഷ്ഠന്മാരും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുൻപിൽ കമഴ്ന്നു
രണ്ടാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 3 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോടെ കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാകുന്നു. കർത്താവിന്റെ വചനം. അധ്വാനിക്കുന്നവരും ഭാരമഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. ജനക്കൂട്ടത്തെ കാണുമ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാരും അടുത്തെത്തി. അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കുന്നു. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാകും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡ കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പരിമനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവരും തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യങ്ങളുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ലോകം മുഴുവനും സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കാം. ഒരിക്കലും കാലം ചോദിച്ച ചോദ്യം ഇതാണ്. അത് ചോദിക്കുന്ന പ്രകാരം അച്ഛാ, സ്വർഗമുണ്ടോ എന്നൊരു ചോദ്യം. അപ്പോൾ അവനോട് പറയുന്നത് മകനെ, സ്വർഗമുണ്ട്. അവിടെ നമ്മുടെ ദൈവമുണ്ട്. നമുക്ക് മുമ്പേ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഇനി നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലും. എന്നിട്ട് ഈ ഭൂമിയിലെ എല്ലാ വിശേഷങ്ങളും നമുക്ക് മുമ്പേ മരിച്ചുപോയ എല്ലാവരെയും അറിയിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും അറിയണം. അതാണ് മകനെ ദൈവവും നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സന്തോഷിക്കുന്ന സ്ഥലമാണ് സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം എന്നും ഇങ്ങനെ സുഗന്ധം വരുത്തുകയും എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും അവിടെ സ്വീകരിക്കുവാൻ സന്നദ്ധത. അതിനൊന്നേ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പാപങ്ങളോ തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുദമിക്കും. ദൂർത്തപുത്രൻ അവൻ അനുദമിച്ചു. അവനെ സ്വർഗീയ പിതാവ് ആർക്കും ചേർത്ത് പിടിച്ചു. നല്ല കളർ അനുദമിച്ചു. അവന് കർത്താവേശം പറയുന്നത് നീ എന്നോട് കൂടെ സ്വർഗത്തിലായിരിക്കും. ദൈവത്തിന്റെ മകനും മകളുമായ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരു ദിവസം കടന്നു ചെല്ലാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർഗം വിട്ട് ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്. സ്വർഗത്തിലെ വലിയ ഇരിപ്പിടങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. സ്വർഗത്തിലായിരിക്കുമ്പോൾ പിതാവായ ദൈവം എല്ലാ മാലാഖമാരുടെ നമ്മളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി പറയും. അവിടെ ദൈവസ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ആവശ്യം
കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് യേശു ചോദിക്കുന്നത്. എല്ലാം ഭംഗിയായിട്ട് ചെയ്താൽ കർത്താവിനെ വലുതായിരിക്കും. ഇതൊന്നും ഭംഗിയായിട്ട് ചെയ്തില്ല എങ്കിൽ കർത്താവിൻ്റെ നരകത്തിൽ, പ്രത്യേകിച്ച് നിത്യമായ നരകത്തിലേക്ക് പോകണമെന്ന് അറിയിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ലേഖനം നമ്മൾ വെളിപാട് പുസ്തകം, അവിടെ സ്വർഗത്തെ കുറിച്ചുള്ള സുന്ദരമായ ചിത്രമാണ് യോഹന്നാൻ സ്ലീഹ വരച്ചിരിക്കുക. യോഹന്നാന്റെ വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഇതാ ദൈവത്തിന്റെ ദൂതൻ കടന്നു വരികയാണ്. അവിടെ 4 മാലാഖമാര് ഇതാ 12 ഗോത്രങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള, വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ സംസ്കാരമുള്ള ജനങ്ങളാണിത് സ്വർഗത്തിലേക്ക് കടന്നു വരിക. എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രമാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാഗം. പ്രിയങ്ങളെ, ലോകത്തിലുള്ള എല്ലാ വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ ഭാഷകൾ, വിവിധ ദേശങ്ങളിലുള്ള ജനങ്ങളാണ് സ്വർഗത്തിലേക്ക് വരിക. അവരോടൊപ്പം നമ്മളുമായിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വീണ്ടും ആരാണ് എന്റെ വിശുദ്ധഗിരിയിൽ ആയിരിക്കുക, സ്വർഗത്തിലായിരിക്കുക? സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കൈകളിൽ കറകളില്ലാത്തവൻ, ഹൃദയത്തിൽ പാപത്തിന്റെ ചാഞ്ചല്യമില്ലാത്തവൻ, ഹൃദയവിശുദ്ധിയുള്ളവർ, ഇവരാണ് സ്വർഗത്തിലേക്ക് വരിക എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. വീണ്ടും 2-ാമത്തെ വാരം അവിടെ വളരെ വ്യക്തമായിട്ട്, നീയും ഞാനും നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനും മകളുമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മകനും മകളുമായി നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നാണ് യോഹന്നാൻ സ്ലീഹ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക. സുവിശേഷം വളരെ സുന്ദരമാണ്. ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം കൈവശമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് ദൈവത്തിന് വേണ്ടി ഒരു ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരിക്കും. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന, ദൈവനാമത്തിൽ നന്മ ചെയ്യുന്ന, ദൈവനാമത്തിൽ വിശുദ്ധരായി ജീവിക്കുന്ന മക്കളായി മാറും. അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചത്. കരുണ കാണിക്കണമെന്ന് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശത്രുവായ മനുഷ്യൻ, ഇതാ ശത്രുവായ യഹൂദൻ, പ്രത്യേകിച്ച് പോകുന്ന വഴി, ചെറിയക്കളുടെ കടന്ന വഴിയിൽ ഇതാ തളർന്ന് അവശനായി കൊള്ളയടിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് കിടക്കുന്നു. അപ്പോഴാണ് ശത്രുവായ സമരിയാക്കാരൻ വരിക. സമരിയാക്കാരൻ വന്ന് തന്റെ ശത്രുവായ യഹൂദനെ സഹായിക്കുന്നു, അവനെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും ശത്രുക്കളെ പോലെ സ്നേഹിച്ച്, അയൽവാസികളെ സ്നേഹിച്ച്, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഹൃദയത്തെ സമാധാനമുള്ള, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മക്കളായി തീരുക. സുവിശേഷ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ അവഹേളിക്കപ്പെടും, കുറ്റങ്ങളേൽക്കപ്പെടും, ഒത്തിരിയേറെ കുറ്റാരോപണങ്ങൾ കേൾക്കപ്പെടും, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവൻ. അപ്രകാരം നമ്മൾ എത്ര സഹിക്കേണ്ടി വന്നാലും, എത്ര പ്രയാസങ്ങൾ അറിയണത്, എല്ലാവരും കാണപ്പെട്ടാലും കർത്താവ് ഇങ്ങനെ കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്നതുപോലെ. ഒരിക്കൽ ഒരു ചെടി ഇങ്ങനെ വളർന്നു വരിക. ഈ ചെടി ഇങ്ങനെ സുന്ദരമായി വളർന്നു, അതിന്റെ പുഷ്പവും അതിന്റെ സുഗന്ധവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ചെടിയുടെ സുഗന്ധവും പോയി, അതിന്റെ കമ്പ് മാത്രമായി, അതിന്റെ തണ്ട് മാത്രമായി, അതിന്റെ കമ്പുകളും ഇലകളൊക്കെ പോയി. അപ്പൊ ജനങ്ങളൊക്കെ വിശ്വസിച്ചു ഇത് ഉണങ്ങിപ്പോയെന്ന്. പക്ഷേ നല്ല ഒരു മഴക്കാലം വന്നപ്പോൾ വീണ്ടും തളിർത്ത് സുന്ദരമായിട്ടുള്ള സുഗന്ധവും പുഷ്പങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ഓർക്കാൻ പറയുന്നത്, സഹനങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട് ഈ ജീവിതത്തിൽ. ഇവിടെ നാം ജീവിക്കുമ്പോൾ ഇത് നമ്മുടെ കൂടപ്പിറപ്പാണ്. ക്രിസ്ത്യാനികളെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് സഹനങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലും കള്ളലും എല്ലാം. പക്ഷേ ഇവിടെയൊക്കെ മധ്യേ കർത്താവിനെ കൂട്ടുപിടിച്ച് സുഗന്ധം പരത്തുന്നതായി മാറും. അങ്ങനെ സ്വർഗത്തിന്റെ ചവിട്ടുപടികൾ കാര്യം ചെയ്യുക. ഒരിക്കൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉണ്ടായി. നാളെ നമ്മളിങ്ങനെ സകല മനുഷ്യരെ എല്ലാം ഓർക്കുമല്ലോ. നമുക്ക് മരിച്ചുപോയ എല്ലാവരെയും അവരൊപ്പമായതുകൊണ്ട് ഈ ഭൂമിയിലെ വിശേഷങ്ങളൊക്കെ പറയാൻ പ്രിയപ്പെട്ടവർ നമുക്ക് സാധിക്കണം. ഈ അപരാധം അടിയിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിൽ കിടന്ന ലാസർ പറയുന്നത്, ഇതാ ഭൂമിയിലെ ജനങ്ങളെ കാണുക, അതുപോലെ നരകത്തിലെ ജനങ്ങളെ കാണുക. നരകത്തിലെ ജനങ്ങളിങ്ങനെ തീയിലും അഗ്നിയിലും കിടന്നിങ്ങനെ പൊളയുകയാണ്. അവരെ രക്ഷിക്കുവാൻ വേണ്ടി ധനാഢ്യനായ ലാസർ പറയുന്നത്, അബ്രഹാമേ ലാസറിനെ ഒന്ന് വിടുക. ധനാഢ്യനായ മനുഷ്യൻ പറയുന്നു, തീയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന അഗ്നിയിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഒഴുകിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ലാസറിനെ ഒന്ന് വിടുമോ? ധനാഢ്യനായ വലിയ തലമാരി ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ പറയുക. അബ്രഹാം പറയുന്നു, അങ്ങോട്ട് ആർക്കും പോകാൻ സാധിക്കില്ല. ആർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഭൂമിയിലേക്ക് ആർക്കും സ്വർഗത്തിലായിരിക്കുന്ന
വിശുദ്ധന്മാരെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. മാർച്ച് 19 വിശുദ്ധാവസരത്തിലാണ്. അതുപോലെ ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഡിസംബർ 3 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, പ്രത്യേകിച്ച് ജൂൺ 13 വിശുദ്ധ മോറീസ്. ഇങ്ങനെ ഓരോ വിശുദ്ധന്മാരെ 360 ദിവസം ഒരു വിശുദ്ധന്മാരാണ്. എന്നാൽ 9,000-ഓളം കൂടുതൽ വിശുദ്ധന്മാരെയാണ് സഭ ഇങ്ങനെ വിശുദ്ധരായി മാറ്റിയിരിക്കുന്നത്. അപ്പൊ എന്തോരം വിശുദ്ധന്മാരെ നമ്മളിങ്ങനെ വണങ്ങേണ്ടിയിരിക്കുന്നു. എന്നാൽ പേര് പറയാത്ത ഒത്തിരി വിശുദ്ധന്മാർ, അവരെല്ലാമാണ് ഈ സകല വിശുദ്ധന്മാരെ തിരുന്നാളെ നമ്മൾ ഓർക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്നും വിശുദ്ധരായി കടന്നുപോയി നല്ല സ്നേഹത്തിന് പരോപകാര പ്രവർത്തി നന്മകൾ ചെയ്തുകൊണ്ട് കടന്നുപോയ നമ്മുടെ പൂർവികരെ, നമ്മുടെ അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ ഓർക്കേണ്ട സുന്ദരമായ ദിവസം. ഒരിക്കലും നമ്മൾ മരിച്ച് സ്വർഗ്ഗത്തിൽ ചേർന്ന് മാലാഖമാർ ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന കൃപയ്ക്കായി ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് എല്ലാവരും ഒരുമിച്ച് വിശ്വാസമാണ് വചനത്തിൽ ഏറ്റുവരിക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വചനത്തിൽ ഏറ്റുവരിക. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാവരുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവം എല്ലാ യുഗങ്ങൾക്കും പിതാവും ജനിച്ചതുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സകലേകരമായ അവിടുന്ന് വഴിയായി സർവ്വം സൃഷ്ടിക്കപ്പെടുക മനുഷ്യനായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മനുഷ്യ അടക്കപ്പെട്ട് മിശ്ര അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കുവാൻ അവിടെ മകത്വത്തിനെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസരം ഉണ്ടാകുകയും കർത്താവ് ജീവകർത്താവ് പിതാവിൽ പുത്രനും പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടും ആരാധിക്കപ്പെടും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാങ്ങളെ മുതലായ ഏകദേശം ഞാൻ ഏറ്റുപറയുന്നു. ചർച്ചയിലും വരാനികളുടെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, സകല മനുഷ്യരുടെ തിരുനാളിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവിനോട് പ്രാർത്ഥന കേൾക്കണമെന്ന് വചനത്തിലേറ്റുക. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് വളർത്തുപുറമിൽ വരാപ്പുഴ ഭദ്രാപതിയിലേക്ക് വേണ്ടി, മറ്റെല്ലാ ഭദ്രാന്മാർ, വൈദിക സന്യാസികൾ ഉൾപ്പെടുന്ന സഭയിൽ, എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്ന സഭയിൽ സ്നേഹത്താൽ കാത്തുകൊള്ളണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന്റെ എല്ലാ അധിപന്മാർക്കും വേണ്ടി, എല്ലാ സഹപ്രവർത്തകർക്കും വേണ്ടി, പൊതുനന്മയ്ക്ക് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരയിലും കടലും ആകാശത്തും ഒക്കെ യാത്ര ചെയ്യുന്നത്, തടവുകാരായിരിക്കുന്നത്, കാരാഗ്രഹത്തിൽ കഴിയുന്നത്, അവരെല്ലാം മോചിപ്പിക്കണമേ, സംരക്ഷിക്കണമേ, സമാധാനം സന്തോഷം നൽകി കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് നീതിയോടും നന്മ ചെയ്തുകൊണ്ടും സത്യസന്ധമായും അങ്ങയുടെ പക്കലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിൽ സ്വീകരിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും പരിപാവനമായ ഈ ആലയത്തിൽ വന്നിരിക്കണം നമ്മയും ഈ പരിശുദ്ധമായ ബലി എവിടെയെല്ലാം ആയതുകൊണ്ട് കൂടുന്ന പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം മംഗളകരമായി തീരുവാൻ, മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവിത പങ്കാളിക്കും നല്ല ജോലിയും സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ, കുടുംബ സമാധാനം ലഭിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സർവ്വ ഐശ്വര്യമുണ്ടാകുക, കൊറോണ രോഗികൾക്ക് സൗഖ്യം ലഭിക്കാൻ, ലോകം മുഴുവനും പ്രയാസങ്ങളിലൂടെയും കൊറോണയിലൂടെയും കടന്നു പോകുന്ന എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ, സമാധാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങൾ കുഞ്ഞിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളിലെ ആവശ്യം ദമ്പതികളെ അനുഗ്രഹിക്കണമേ. വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വീട് ലഭിക്കണമേ. സ്ഥലമില്ലാതെ വിഷമിക്കുന്ന സ്ഥലം ലഭിക്കണമേ. ഒത്തിരിയേറെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും മക്കളും മാതാപിതാക്കളും ഒക്കെ അകന്നുപോയാലും അടുപ്പിക്കണമേ. അങ്ങനെ സ്നേഹത്തിലും വിശുദ്ധിയിലും കാക്കണമേ. കർത്താവായ
സർവശക്തനായ ദൈവമേ, സകല വിശുദ്ധരുടെയും തിരുനാളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ അങ്ങ് ദയാപൂർവ്വം സ്വീകരിക്കണം. സകല വിശുദ്ധരുടെയും അനുസരണയും അവരിതിനകം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ മധ്യസ്ഥമായും എന്നും അനുഭവിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എന്നുമെന്നേലും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും വിശിഷ്യ സകല വിശ്രമത്തിനാളിൽ അങ്ങേ ഞങ്ങൾ പുലർത്തുന്നത് അനുഗ്രഹവും ഫലദായകവും സ്വർഗീയമായ ദർശനവും ഞങ്ങൾക്ക് നൽകുന്നു. സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ വിശ്വാസത്തിലൂടെ മുന്നേറി തിരുസഭയുടെ സ്ഥിരമായ അംഗങ്ങളുടെ മഹത്വത്തിൽ സന്തോഷിച്ചുകൊണ്ട് തിടുക്കത്തിൽ വന്നണയുന്ന അവർ അങ്ങേ സ്വർഗീയമായ വഴിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഞങ്ങളുടെ ബലഹീനതകൾക്ക് സഹായവും മാതൃകയുമായി തീരുന്ന അവരുടെ സത്യവും നീതിയും നന്മകളും നിറഞ്ഞ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാണ്. ആകയാൽ എല്ലാ വിശുദ്ധരോടും എല്ലാ മാലാഖമാരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും അവിരാമം ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നീ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കാര്യങ്ങൾ പോകാം, മുട്ടുകൾ മടക്കാം. കർത്താവിനെ പ്രശ്നമാക്കുക. പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ സകല വിശുദ്ധരോട് ചേർന്ന് നമ്മൾ ഒരിക്കൽ കർത്താവിന്റെ സ്വർഗത്തിലായിരിക്കാം, കർത്താവ് കൂടെ ആയിരിക്കാം ആഗ്രഹിക്കണം. നമ്മുടെ മനുഷ്യയില്ലാതെ സ്വർഗസന്നിധിയെ ശ്രദ്ധിക്കണമെന്നോ ഒരു സഹായവും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങളോ തെറ്റുകളോ സ്വർഗത്തിൽ എത്തിച്ചേരും മനസ്സമായി നമുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതാണ്. സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞകടൽ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ശരീരവും രക്തവുമായി
സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രി പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, ജീവനേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, ജീവനേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങയെ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങയെ തിരുമുമ്പിൽ അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അങ്ങനെയാണ് ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ഉണ്ടായിച്ചോട്ടെ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിരുന്നില്ല അങ്ങയെ തിരുസഭയോടുന്നു. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ അഭിമന്യ ജോസഫ് വളർത്തുപുറമിൽ പരാമർശത്തിലേക്ക് മറ്റെല്ലാ ആത്മാ വൈദിക സന്യാസികൾ ആത്മാവിലുള്ള സമയം സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കുന്നത് ദൈവമേ ഈ ഭൂമിയിൽ നിന്നാണ് വിളിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും സർവ്വ സൗഭാഗ്യം നൽകുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ജന്മദിനം ആഘോഷിക്കുന്ന ആദ്രാശ്രയും മറ്റെല്ലാവരെയും ഈ വിഭാഗം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെയും കൊറോണ രോഗ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമായ പരിശുദ്ധ കന്യകാമറിയത്തും അകനിയുടെ മാതാവ് സർവ്വത്രയ മധ്യസ്ഥം സ്വർഗീയ മധ്യസ്ഥമായ അവസരങ്ങളോടും എല്ലാ വിശുദ്ധമത്ത് വിദ്യയിലും പങ്കുചേരണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ ശ്രദ്ധിക്കുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. കരങ്ങൾക്കൊപ്പം ത്രേയരുടെ ഒരുമിച്ച് ആരാധിച്ച് ശ്രദ്ധിക്കണം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവായ അങ്ങേക്ക് എല്ലാ മഹിമയും ആരാധനയും എന്നും എല്ലാവരും എഴുന്നേറ്റേക്കാം. കരങ്ങളുയർത്തി സ്വർഗ്ഗത്തിലേക്ക് നോക്കി വചനത്തിലേറ്റുമില്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
സർവശക്തനായ ദൈവമേ, വിശുദ്ധരുടെ കരത്തിൽ വിശുദ്ധിയിൽ ഏറ്റവും വിസ്മയമായ അങ്ങേ ആരാധിച്ചുകൊണ്ട് അങ്ങേ കൃപയിൽ ഞങ്ങളെല്ലാവരും കേൾപ്പിച്ചു. അതുവഴി അങ്ങേ സ്നേഹത്തിൽ പുണ്യം നേടിക്കൊണ്ട് തീർത്ഥാടന ദേശയിൽ നിന്നും സ്വർഗീയമായ രാജ്യത്തിലേക്ക് എഴുന്നള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ മുമ്പ് ഈശോയ്ക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.